രാവിലെ വീടിൻ്റെ ഫ്രണ്ടിലെ വാതിൽ തുറന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഇതായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത ഫാമിലി പോവുകയാണെ പോസ്റ്റിങ്. അപ്പോൾ അതാ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പട്ടാളക്കാരനെ കല്യാണം കഴിച്ചപ്പോൾ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലെ പുറത്തോട്ടൊക്കെ വരാൻ പറ്റുമെന്ന്. പുറത്ത് ഇങ്ങനെ കൊണ്ടുവരിക, ഫാമിലിയെ കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസ്ക് ആട്ടോ. നല്ല റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനേക്കാളും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ 4 വർഷം കൂടുന്തോറും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുതിയ നാട്ടിലോട്ട് ചേക്കേറുന്നത്. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കാരണം ഫാമിലീനെയും കൊണ്ടുപോകണം, സാധനങ്ങളും കൊണ്ടുപോകണം, പുതിയ നാടുമായിട്ട് സെറ്റാകുകയും വേണം. അതൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെ കേട്ടോ. അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ വെള്ളം, ഭക്ഷണം എല്ലാം നമുക്ക് എല്ലാ സ്ഥലത്തും ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഓരോ 4 വർഷം തോറും പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ സ്റ്റേറ്റൊക്കെ കാണാൻ പറ്റുന്ന എനിക്ക് ഏട്ടനെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം കേട്ടോ. ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നാട് മിസ്സാവാറൊക്കെ ഉണ്ട് കേട്ടോ. നാടൊക്കെ മിസ്സാവുന്ന സമയത്ത് നമ്മൾ നാട്ടിലത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ പുതിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. അവിടെ പോയിട്ട് പെട്ടെന്നൊന്നും സെറ്റാവുമൊന്നുമില്ല. സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകാനാവും കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മിസ്സാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. കാരണം നമ്മളവിടെ ഉണ്ടാക്കിയ കുറേ നല്ല നല്ല ഓർമ്മകളും നമുക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടാകും. അവരെയൊക്കെ നന്നായി മിസ്സാവും കേട്ടോ. ഓരോ നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട് കേട്ടോ. അതിലൊരു അനുഭവമാണ് നമുക്ക് ഐസ്വാളിൽ വെച്ചിട്ടാട്ടോ നമ്മുടെ കുഞ്ഞുണ്ടായത്. അവൻ ആദ്യാക്ഷരം കുറിച്ചത് മധ്യപ്രദേശിലുമാണ്. ഞങ്ങളുടെ ഈ നാടോടി ജീവിതത്തിൽ ഞങ്ങൾക്ക് നാട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുന്നുണ്ടെങ്കിലും ഞങ്ങൾ പോകുന്നത് വരുന്നതായിട്ടുള്ള നാട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളില്ലേ, അത് വേറെ ഫീൽ തന്നെ കേട്ടോ. ഒരു ഒന്നൊന്നര അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ആ ഒരു അനുഭവങ്ങൾ മാത്രം മതി നമുക്ക് ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കാൻ. നാട്ടിൽ നിന്നൊന്ന് പുറത്ത് വരുന്നവരെ ഞാനും ഒന്നും അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ തന്നെ ആയിരുന്നേ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ മിണ്ടണം, എന്ത് മിണ്ടണം എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ജീവിക്കാൻ പഠിച്ചു, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിച്ചു. ഒരുപാട് നാട്ടിലത്തെ ആൾക്കാരെ കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരുപാട് അനുഭവ സമ്പത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യാൻ നമുക്ക് ഇവരല്ലേ ഉള്ളൂ. ഗോതമ്പ് പാടങ്ങളും കടുക് പാടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലത്തെ വയലും വരുമ്പോഴൊക്കെ ഓർമ്മ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഓരോ നാട്ടിലും എന്തൊക്കെ ഡിഫറൻസ് ആണല്ലേ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും എന്തൊക്കെ ഡിഫറൻസ് ആണ്. മതപരമായിട്ടാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എല്ലാ നാട്ടിലും. മധ്യപ്രദേശിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കാനുണ്ടെങ്കിൽ പോലും അവർ കാണിക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം എത്ര സത്യസന്ധരായ മനുഷ്യന്മാരാണ് ഇവിടെയുള്ളത് എന്ന് തോന്നിപ്പിക്കാറുണ്ട് കേട്ടോ. ഓരോ വൈവിധ്യങ്ങൾ ഓരോ നാട്ടിലും ഉണ്ട്. ജീവിതത്തിൻ്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഒരു മുക്കിലോട്ട് കാൽ നീട്ടിയിരിക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളായി. ഒരുപാട് നാട്ടിലത്തെ ആചാരങ്ങളും വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുടെ ഒരുപാട് ചിന്തകളും എല്ലാം ഇപ്പം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഒരു പട്ടാളക്കാരൻ്റെ കൈപിടിച്ച് ഇനിയും ഒരുപാട് നാടുകൾ കാണാനും ഒരുപാട് മനുഷ്യന്മാരെ കാണാനും അവരോടൊക്കെ മിണ്ടാനും സംസാരിക്കാനും ഒത്തിരി പേരുടെ സുഹൃത്തും സഹോദരിയൊക്കെ ആകാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാവേ. ബായ്.